എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവലിംഗ് ഓൺ പാത്ത്. നമ്മൾ ഇന്ന് പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം ഏഴാറ്റുമുഖത്തേക്കാണ്. ഏഴാറ്റുമുഖം കുരിശുമല തൊട്ട് ഏഴാറ്റുമുഖം പാലം വരെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നമ്മുടെ മെയിൻ എയിം എവിടേക്കാണെന്ന് വെച്ചാൽ ഏഴാറ്റുമുഖത്തെ കുരിശുമലയിലേക്കാണ്. കാരണം അത്യാവശ്യം നല്ല വിഷ്വൽസ് അവിടെ നിന്ന് ലഭിക്കും. ചാലക്കുടി പുഴയുടെയും അതുപോലെ തന്നെ ഏഴാറ്റുമുഖം തൂക്കുപാലത്തിൻ്റെയും അത്യാവശ്യം നല്ല 2-3 വിഷ്വൽസ് എനിക്ക് കിട്ടിയിരുന്നു. അവിടുന്ന് കുറച്ച് മുൻപിലേക്ക് പോയപ്പോൾ ഏഴാറ്റുമുഖത്ത് വെച്ച് എനിക്ക് 2-3 ആനയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. അതിൻ്റെ വിഷ്വൽസും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയുമാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. സോ നമുക്ക് നേരെ അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അങ്കമാലി ആ ഭാഗത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുരിശുമലയുടെ എൻട്രൻസ് കാണാനായി സാധിക്കുന്നത് റൈറ്റ് സൈഡ് ആയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ അതിരപ്പള്ളി ആ ഭാഗത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കുന്നത് ലെഫ്റ്റ് സൈഡാണ്. നമുക്ക് ഇതിന് മുമ്പിലായിട്ട് തന്നെ കുരിശുമലയുടെ ബോർഡ് കാണാനായി സാധിക്കും. സോ വഴി തെറ്റാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ നിങ്ങൾ ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കുക. കാരണം അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ്. ആൻഡ് ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ കയറുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കുപ്പിക വെള്ളമെങ്കിലും കയ്യിലേക്ക്, കാരണം അത്യാവശ്യം നല്ല കയറ്റമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ തൊട്ട് മുമ്പിലായിട്ട് തന്നെ ഒരു സ്പോട്ട് ഉണ്ട്. സോ നിങ്ങൾക്ക് വെള്ളം അവിടെ നിന്ന് വാങ്ങിച്ച് മല കയറാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തേക്കുന്നതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ വഴുക്കലുണ്ട്. സോ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. മലയാറ്റൂരിലെ പോലെ തന്നെ 14 സ്ഥലങ്ങളാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. ആൻഡ് ഈസ്റ്റർ ദുഃഖവെള്ളി ആ സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടാവും. കാരണം കുറേ പേരൊക്കെ ഇവിടെ മല കയറാനായിട്ട് ആ സമയത്ത് ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അത്യാവശ്യം കാട് പിടിച്ച സ്ഥലമാണ്. സോ ഇഴജന്തുക്കൾ ഉണ്ടാകാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. സോ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അതൊന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. ഞാൻ ഈ ഇടയ്ക്ക് ഇവിടെ ഒരു ആനയെ സ്പോട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. ആൻഡ് നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന് മുകളിൽ നിന്ന് നമ്മൾ കാണുന്ന വ്യൂ അത്യാവശ്യം നല്ലതാണ്. വേറൊരു സ്ഥലത്ത് നമുക്കിത് കാണാനായി സാധിക്കില്ല, കാരണം അത്രയും മനോഹരമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. ഇതാണ് നമ്മുടെ കുരിശുമലയുടെ ഫസ്റ്റ് വ്യൂ പോയിന്റ്. ഇവിടെ നമുക്ക് ചാലക്കുടി പുഴയുടെയൊക്കെ ഭംഗി നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിയിലേക്ക് ഇറങ്ങാവുന്നതാണ്. പക്ഷേ ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക, കാരണം ചില സ്ഥലത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തെന്നലുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരു പാനോരമിക് ഫോട്ടോ എടുത്തായിരുന്നു. ജസ്റ്റ് ഒന്ന് നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ മൺസൂൺ സീസണിൽ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫ്രെയിംസ് ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ആൻഡ് ചാലക്കുടി പുഴയുടെ അറ്റത്തായിട്ട് നമുക്ക് ഏഴാറ്റുമുഖത്തെ തൂക്കുപാലം നമുക്ക് ഇതിൽ നിന്ന് കാണാനായി സാധിക്കും. നിങ്ങൾ ഈ വീഡിയോസിൽ കാണുന്ന പോലെ അത്യാവശ്യം നല്ല സ്പോട്ടാണ് നമ്മുടെ ഏഴാറ്റുമുഖത്തെ കുരിശുമല. ആൻഡ് നിങ്ങളെല്ലാവരും മലപ്പുറത്തെ ആമസോൺ വ്യൂ പോയിന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ തൃശ്ശൂരിലുള്ള ഒരു ആമസോൺ വ്യൂ പോയിന്റാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുന്നത്. ഏകദേശം ആ സൈഡിലായിട്ടാണ് നമ്മുടെ ചാലക്കുടി പുഴ റാ ഷേപ്പിൽ തിരിയുന്നത്. നമുക്കതിൻ്റെ വിഷ്വൽ കാണണമെങ്കിൽ നമ്മൾ ഈ മലയുടെ ടോപ്പിൽ കയറണം. നമുക്ക് ഏഴാറ്റുമുഖം കുരിശുമലയുടെ ടോപ്പിലെത്താൻ ഇനിയും കുറച്ച് ട്രക്ക് ചെയ്യേണ്ടതുണ്ട്. ആ അറ്റത്ത് കാണുന്നതാണ് നമ്മുടെ ഏഴാറ്റുമുഖം കുരിശുമലയുടെ ടോപ്പ്. സോ നമുക്ക് നേരെ അവിടേക്ക് പോകാം. നമ്മൾ അടിയിൽ നിന്ന് ട്രക്ക് ചെയ്ത് ഏറ്റവും മുകളിലെത്തുമ്പോൾ നമുക്ക് കാണാനായി സാധിക്കുന്നത് ഇതേപോലൊരു കപ്പേളയാണ്. നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാവുന്നതാണ്. ആൻഡ് പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ നിങ്ങൾക്ക് വേസ്റ്റ് ബിന്നിൽ ഇടാവുന്നതാണ്.
നമുക്കിതിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മുടെ ചാലക്കുടി പുഴയുടെ അത്യാവശ്യം നല്ലൊരു വ്യൂ കിട്ടും. സോ നമുക്ക് അതിൻ്റെ വിഷ്വൽസിലേക്ക് ഒന്ന് പോവാം. ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് കിട്ടിയത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അത്യാവശ്യം മഴ പെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കാറ്റും നല്ല തണുപ്പും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ ഫാമിലി ആയിട്ടോ ഒറ്റയ്ക്കോ അതോ ഫ്രണ്ട്സുമായിട്ടോ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് ആണത്. അത് നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോഷൂട്ടും നടത്താൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് ആണ്. കാരണം എവിടെ നോക്കിയാലും ഇവിടെ നല്ലൊരു ഫ്രെയിംസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്നും ഒരു പനോരമിക് ഫോട്ടോ എടുത്തായിരുന്നു. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് കണ്ടു നോക്ക്. നമ്മൾ കുരിശുമലയിൽ നിന്നിറങ്ങി ഇനി നമുക്ക് ഫ്രഷപ്പ് ആവണമെങ്കിൽ നമുക്ക് ഈ കടയുടെ തൊട്ട് സൈഡുള്ള വഴി കൂടി നേരെ പോയാൽ നമുക്ക് ചാലക്കുടി പുഴയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടുന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷപ്പ് ആവുന്നതാണ്. അതുപോലെ തന്നെ മാക്സിമം മഴയുള്ള സമയത്ത് നിങ്ങൾ വരികയാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാണ്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം നല്ല രീതിയിൽ അടിയൊഴുക്കുള്ള സ്ഥലമാണ് ഇവിടെ. അവിടുന്ന് 2 കിലോമീറ്റർ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കാണാനേ സാധിക്കും. അവിടെ നമ്മുടെ പേരും നമ്മുടെ വണ്ടിയുടെ നമ്പറും എഴുതി വെച്ച് അതുപോലെ ഈ വഴി കൂടി പോയാൽ നമുക്ക് ഏഴാറ്റുകുളം പ്രകൃതി ഗ്രാമം, തുമ്പൂർ മൊഴി, അതിരപ്പള്ളി ഈ വഴിയിലേക്കൊക്കെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. നിങ്ങൾ സിറ്റി ലൈഫിൽ നിന്ന് മാറി നല്ലൊരു ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വഴി ചൂസ് ചെയ്യാവുന്നതാണ്. അവിടുന്ന് കുറച്ച് ദൂരം മുൻപിലേക്ക് വരുമ്പോൾ നമുക്ക് ഏഴാറ്റുകുളം പ്രകൃതി ഗ്രാമത്തിൻ്റെ ബോർഡ് കാണാൻ പറ്റും. അവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് വേണം നമുക്ക് ഏഴാറ്റുകുളം പ്രകൃതി ഗ്രാമത്തിലേക്ക് പോകാൻ. മഴ ആയതുകൊണ്ട് പ്രകൃതി ഗ്രാമം ഇപ്പോൾ കറൻ്റ് ക്ലോസ്ഡ് ആണ്. സോ അവിടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. നിങ്ങൾ ഈ വഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാലക്കുടി പുഴയുടെ ഇതേപോലെ നല്ല കുറേ വിഷ്വൽസ് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതാണ്. അവിടുന്ന് കുറച്ച് ദൂരം മുൻപിലേക്ക് വന്നപ്പോഴാണ് നമ്മുടെ ആനയുടെ ആദ്യത്തെ സൈറ്റിംഗ് എനിക്ക് കിട്ടിയത്. അത് വെള്ളം കുടിക്കാനായിട്ട് മലയിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. സോ അതിൻ്റെ വിഷ്വൽസിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഞാൻ രണ്ടാമത്തെ ആനയും സ്പോട്ട് ചെയ്തത്. പക്ഷേ അത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ദൂരത്തായിരുന്നു ഈ ആന. നമ്മൾ ആനയൊക്കെ കണ്ട് നേരെ പോകുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ജംഗ്ഷൻ കാണാനായി സാധിക്കും. അവിടെ നിന്ന് നേരെ പോകുമ്പോൾ നമുക്ക് മലയാറ്റൂർ കാലടി പ്ലാന്റേഷൻ റൂട്ടിലേക്ക് കയറാൻ പറ്റും. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്ത് നേരെ പോയാൽ നമുക്ക് അതിരപ്പള്ളി, വാഴച്ചാൽ ആ റോഡിലേക്ക് നമുക്ക് പോകാനായി പറ്റും. മഴ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക കടകളും ഞാൻ ചെന്നപ്പോൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് നേരെ പോകുമ്പോൾ നമുക്ക് ഏഴാറ്റുകുളം പാലത്തിലേക്ക് കയറാനായി സാധിക്കും. ഏഴാറ്റുകുളം പാലത്തിൽ നിന്ന് ചാലക്കുടി പുഴയുടെയും അതുപോലെ തന്നെ ഏഴാറ്റുകുളത്തിൻ്റെയും നല്ലൊരു വ്യൂ നമുക്ക് ലഭിക്കും. ഇവിടുന്ന് നേരെ പോയി റൈറ്റ് സൈഡിലേക്ക് കട്ട് ചെയ്താൽ നമുക്ക് അതിരപ്പള്ളി വാഴച്ചാൽ റൂട്ടിലേക്ക് കയറാൻ പറ്റും. ഇതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.